ജർമ്മനിയിൽ മിക്കയിടത്തും നമുക്ക് കാണാൻ കിട്ടുന്നൊരു സംഭവമാണ് ചൈന റെസ്റ്റോറൻറ്റ് ബുഫേസ്. അതിൽ ഞങ്ങൾ റീസെൻ്റായിട്ട് ബോണിലൊരു ഷാങ്കായി എന്ന് പറയുന്നൊരു റെസ്റ്റോറൻറ്റിൽ പോയി. 12.5 യൂറോയ്ക്ക് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു ബുഫേ തന്നെയായിരുന്നു ഷാങ്കായി റെസ്റ്റോറൻറ്റിലുണ്ടായിരുന്നത്. 12.5 യൂറോയ്ക്ക് നമുക്ക് ഇവിടെ ഒരുവിധം എല്ലാ ഓപ്ഷൻസും ഉണ്ട്. റൈസുണ്ട്, പിന്നെ റൈസ് നമുക്ക് ഇവിടെ നിന്ന് പ്ലേറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത് സൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൂപ്പൊന്നും കൈ വെച്ചില്ല, ഇവിടെ ചിക്കൻ്റെ സൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ കൂടുതൽ നോൺ വെജ് സാധനങ്ങൾ, ഇതിപ്പം ഫിഷാണ്, ഫിഷിൻ്റെ ഒരു ബേക്ക് ചെയ്ത് കൊടുത്ത് ബേക്ക് ഫിഷ് എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനം. പിന്നെ കുറേ സോസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കൊഞ്ച് ഇഷ്ടംപോലെ നല്ല ടേസ്റ്റായിരുന്നു, നല്ല സോഫ്റ്റ് കൊഞ്ച്, ക്രിസ്പിയും അകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള കൊഞ്ച്, സ്പ്രിങ് റോള്, പിന്നെ താറാവ്, ബീഫ്. താറാവൊക്കെ നല്ല ടേസ്റ്റാണ്. സാധാരണ ഈ ബുഫേയിൽ ചെല്ലുമ്പോൾ നമുക്ക് ഈ താറാവിന് ഭയങ്കരമായൊരു ഉപ്പ് വാരിയിട്ടുള്ളത് മിക്ക ബുഫേ ചൈനീസ് ബുഫേ ഇവിടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ്റെ സ്ട്രിപ്സ്, പിന്നെ ഇതുപോലെ ചിക്കനും ഉണ്ട്, താറാവും ഉണ്ട്. പിന്നെ പഴംപൊരി പൊരിച്ചത്, പഴംപൊരി ഇങ്ങനെ ഉണ്ടായിട്ട് പൊരിച്ചിട്ടിരിക്കുന്നു, അതും കൊള്ളായിരുന്നു. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, അത് നമ്മൾ എടുത്തിട്ടില്ല. പിന്നെ മുളക് ബജി, അതായത് മറ്റേ ക്യാപ്സിക്കം അരിഞ്ഞ് കോട്ട് ചെയ്ത് എണ്ണയിൽ മുക്കി പൊരിച്ചിട്ടിരിക്കും, അതും കൊള്ളായിരുന്നു. പിന്നെ തൊട്ടപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സാലഡ് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നൂഡിൽസ് ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്. നൂഡിൽസൊക്കെ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഞാനിപ്പോൾ ഓൾറെഡി 2 റൗണ്ട് കഴിഞ്ഞു, അതുകൊണ്ട് കുറച്ചെടുക്കുന്നത്. പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ട്, പിന്നെ ചില്ലി ചിക്കനുണ്ട്, ചില്ലി ബീഫുണ്ട്, മഷ്റൂമിൻ്റെ ഒരു ചില്ലി ഐറ്റം ഉണ്ട്. പിന്നെ വെജിറ്റേറിയൻ്റെ വേറെ ഒരു ഐറ്റം കൂടെ ഉണ്ട്. കറക്റ്റ് പക്ക ഒരു ചൈനീസ് ടേസ്റ്റ്. നമ്മുടെ നാട്ടിലൊക്കെ ചില ഇതിൽ കിട്ടും ദൂരത്തെ ഒരു ചൈനീസ് ആ ഒരു ടേസ്റ്റ് ചില്ലിക്ക് ഉണ്ട്. പിന്നെ ചൈനീസ് ചില സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ചെമ്മീൻ ഇട്ട ഒരു കറി, അത് സൂപ്പറായിരുന്നു. ചെമ്മീൻ്റെ ടേസ്റ്റൊക്കെ എന്തൊരു നൈസാണ്, അത് ഞാൻ ടേസ്റ്റ് ചെയ്തു. പിന്നെ താഴെയൊക്കെ ഇരിക്കുന്ന കറിയാണ്. ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ സാലഡിൻ്റെ സ്ഥലമാണ്. പിന്നെ ഇതൊന്നും നമുക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഒന്നും ട്രൈ ചെയ്തില്ല. പിന്നെ ഒരു പൈനാപ്പിളിൻ്റെ പീസാണെങ്കിൽ എടുക്കാം, അത് എടുത്ത് എൻ്റെ കൂടെ വെച്ച് അങ്ങ് പിടിക്കാം. പിന്നെ ജെല്ലി, 2 ടൈപ്പ് ജെല്ലിയൊക്കെ ഇരിപ്പുണ്ട്. എന്നാ കൊള്ളായിരുന്നു. പിന്നെ സാധനം എടുത്തുകൊണ്ട് ഞാൻ ടേബിളിൽ വന്നു. നേരത്തെ കഴിച്ച പ്ലേറ്റൊക്കെ അവിടെ ഇരിപ്പുണ്ട്, അതൊക്കെ അവർ എന്നെ എടുത്തുകൊണ്ട് പോയിക്കോളും. ആദ്യം കുറച്ച് പഴംപൊരി കഴിച്ചു നോക്കാം. കൊള്ളാം, നൈസ്. ഇതാണ് സൂപ്പർ കേട്ടോ, ഇത് നൈസാണ്. പിന്നെ നൂഡിൽസും നല്ല ടേസ്റ്റ് കാണില്ല. പിന്നെ ഇത് താറാവാണ്, താറാവ് നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ പിന്നെ ഇത് മുളക് ബജി. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഐസ്ക്രീമിൻ്റെ സെഷൻ ഉണ്ടായിരുന്നു. പലൊരു 5-6 വെറൈറ്റി ഐസ്ക്രീംസൊക്കെ ഉണ്ട് ഇവിടെ. ഞാൻ കോക്കനട്ട് ഫ്ലേവറിലുള്ള ഒരു ഐസ്ക്രീം എടുത്തു, കുറച്ചെടുത്തു. പിന്നെ മാംഗോ എടുത്തു. പിന്നെ അവിടെ നിന്ന് ഒരു പീസ് ഡെസേർട്ട് കേക്ക് ഉണ്ടായിരുന്നു, അതെടുത്തു. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? മിൻറ്റിൻ്റെ ഐസ്ക്രീം എങ്ങനെയുണ്ട്? അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ ബോണിലോട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഷാങ്കായ് റെസ്റ്റോറൻറ്റിൽ വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നൈസ് ഫുഡാണ്. 12.5 യൂറോയ്ക്ക് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ബുക്ക് കഴിക്കാം, പക്ഷേ 2:30 വരെ മാത്രം. അപ്പോൾ ചൂസ്.